കൊറേ നേരം വരെ കേട്ടാൻ തുടങ്ങിയിട്ട് ഒരു തടിയാണെങ്കിൽ വേഗം കേട്ടടോ. ഇപ്പൊ പുറപ്പെട്ടാലും നാളെ പൊളിച്ചക്കട എത്താൻ പറ്റുള്ളൂ. നീയും കൂടി സഹായിച്ചാൽ നമുക്ക് പെട്ടെന്ന് പോവാം. ഒരു കൈ സഹായിക്കടേ എന്താ? എന്നേക്കാൾ പ്രായക്കൂടുതലെന്ന് ഞാൻ വിചാരിക്കൂല. ഈ കൈ കൊണ്ട് സഹായം വെച്ചതല്ല, കൂലിപ്പണിയെടുക്കാൻ പറ്റുള്ളൂ. തന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളോ. പിന്നെ നീ എന്ത് പണിയാണ് ഇവിടെ എടുക്കുന്നത്? രണ്ട് വയറ് തമ്മിൽ പിരിച്ചു വെക്കുന്നത്. സൗണ്ട് എഞ്ചിനീയർ അത്രയൊക്കെ ചെയ്യുള്ളൂ. തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ പിരിച്ചു വിടറോ. അല്ലെങ്കിൽ വേണ്ട, തന്റെ ഈ കോപ്പിലെ ജോലി ഞാൻ രാജിവെച്ചേക്കണം. ഇതാ എന്റെ രണ്ടാമത്തെ രാജിക്കത്ത്. ശരി, നിന്റെ രാജിക്കത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിനക്ക് പിരിഞ്ഞു പോകാം. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. എന്റെ ഗ്രാറ്റുവിറ്റി, പ്രവണമെന്റ്, ബോണസ് എല്ലാം കൈയോടെ ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണം. ഇപ്പൊ തന്നെ കിട്ടണം. തനിക്ക് എത്ര ചെവിടി കേട്ടൂടെ? കിട്ടണം കിട്ടണം കിട്ടണം. ബോണസ്, ഗ്രാറ്റുവിറ്റി, അല്ലല്ലേ മുതലാളി? ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി, ഞാൻ ശരിയായിക്കോളൂ. മിണ്ടരുത്. എടാ, കൊറേ കാലമായി നിന്നെ ഞാൻ സഹിക്കുന്നു. പണിയെടുക്കാത്തൊരു പണിക്കാരൻ എനിക്ക് വേണ്ടടാ. എടാ, രണ്ട് വയറ് തമ്മിൽ പിരിച്ചു വെക്കാൻ എനിക്കറിയാടാ. ഞാൻ ഈ സ്ഥാപനം ഒറ്റയ്ക്ക് നടത്തോളാം. മേലിൽ ഇവിടെ കണ്ടുപോയാൽ മൈക്കിന്റെ സ്റ്റാർട്ട് എടുത്ത് ഇതിന്റെ തലക്കെട്ടി അടിക്കും. എന്റെ വയറ്റ് തടിക്കല്ലേ മുതലാളി? കള്ളം പറയുന്നു. ഞാൻ നിന്റെ കരണക്കുറ്റിക്കിട്ടല്ല അടിച്ചത്. അയ്യോ, എന്നെ പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞതാ തോമ മുതലാളി. യാതൊരു പണിയറിയാൻ പാടത്ത് എന്നെ വേറൊരു സ്ഥലത്ത് പണിക്കെടുക്കൂല. ഇവിടെ മേലെങ്ങാതെ പണിയെടുത്തേക്ക് ശീലമായി പോയി. എന്നെ വേർപ്പിക്കല്ലേ മുതലാളി? എനിക്ക് വേർപ്പിന്റെ അസുഖമാണെന്ന് മുതലാളിക്ക് അറിയാം. എന്നാ വീട്ടിൽ പോയി ഫാൻ ഇട്ടിരുന്നോടാ. അയ്യോ, ഞാനിനി ഇവിടെ എന്ത് പണി വേണമെങ്കിൽ ചെയ്തോളാം. ഇന്ന് മുതൽ മുതലാളിയാണ് ശരിക്കും മുതലാളി. ഞാൻ വെറും ചന്ദ്രൻ തൊഴിലാളി. എന്തെങ്കിലും ഒരു പണി താ മുതലാളി. എങ്കിൽ പോയി അവിടെ പോയി ഒരു ചായ മേടിച്ചിട്ടോ. അപ്പൊ മുതലാളിക്ക് വേണ്ടേ? അവന്റെ അമ്മായിയപ്പന്റെ സൗണ്ട് എഞ്ചിനീയർ. സാധനങ്ങളൊക്കെ ഇറക്കട്ടെ തോമ മുതലാളി? കമ്മിറ്റി ഓഫീസർ ഒന്ന് പോയിട്ട് വരാം, എന്നിട്ട് മതി. ശരി തോമ മുതലാളി. കാര്യം, നീ എന്റെ തൊഴിലാളിയാണെങ്കിലും നീ എന്നെ തോമാ മുതലാളി എന്നൊന്നും വിളിക്കണ്ട. പിന്നെ വെറും മുതലാളി എന്ന് വിളിച്ചാൽ മതി. അതെന്താ തോമ മുതലാളി? തോമാന്ന് എന്റെ അപ്പം വിളിച്ചോളാ തെണ്ടി. ശരി തോമ മുതലാളി. ശരി മുതലാളി.